ഹലോ എനിമി ലവേഴ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ മാൻഹെഡ് ചാപ്റ്റർ 78, 79 എന്നീ 2 ചാപ്റ്റേഴ്സാണ്. സോ നേരെ കഥയിലോട്ട് കിടക്കാം. സോ 78ാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഗിഡിയോ നമ്മുടെ ആർത്തർ വരച്ച ചിത്രം നോക്കി ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ? ഇത് സാധ്യമല്ല. മാൻ ഉപയോഗിച്ച് പ്രവർത്തിക്കാത്ത ഒരു എൻജിൻ, പുറത്തു നിന്നുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു എൻജിൻ, നീരാവി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എൻജിൻ. എന്തുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് ചിന്തിച്ചില്ല? വെയിറ്റ്, ഈ ഭാഗം കൂട്ടിച്ചേർത്തിട്ടില്ലല്ലോ, എന്തോ ഒരു കുറവുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഞാനതിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. സോ അത് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ കുറച്ച് സമ്മാനങ്ങൾ എനിക്ക് തരണം. അപ്പോൾ ഗിഡിയോൻ പറയുന്നുണ്ട്, നീയൊരു സാധാരണ കുട്ടിയല്ല അല്ലേ? പ്രശ്നമില്ല. ഇവിടെ നിലത്ത് കിടന്നുരുളുന്ന പല വസ്തുക്കൾക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് കണ്ടു നോക്കൂ, ഇതൊരു ഇരുമ്പ് നിർമ്മിത വജ്രമാണ്. വിൻസെൻ്റ് പറഞ്ഞു, നീയൊരു മിടുക്കനായ മാന്ത്രികനാണെന്ന്. ഈ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വിലപ്പെട്ട രത്നങ്ങളിൽ ഒന്നാണിത്. ഇതിൻ്റെ വലുപ്പത്തേക്കാൾ 5 ഇരട്ടി മാന സംരക്ഷിക്കാൻ കഴിയും. നിങ്ങൾക്കിത് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, വേറെ വല്ലതും ഉണ്ടെങ്കിൽ അത് കാണിച്ചാ. അപ്പോൾ ഗിഡിയോൻ പറയുന്നുണ്ട്, നന്നായി, പ്രശ്നമില്ല. ഹിംസ്, വരി സിയിലെ മധ്യ ഷെൽഫിലെ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഈ സാധനങ്ങളൊന്നും ഞാൻ ആരെയും കാണിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ കണ്ണാടി എങ്ങനെയുണ്ട്? ഈ കണ്ണാടി ഒരു മാന ഉപയോഗിച്ച് നിർമ്മിച്ച കണ്ണാടിയാണ്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എനിക്കിതിലൊന്നും താല്പര്യമില്ല. അപ്പോൾ ഗിഡിയോൻ പറയുന്നുണ്ട്, ഇതെങ്ങനെയുണ്ട്? അതും വേണ്ട. ഇതും വേണ്ട. ഒന്നും എനിക്ക് വേണ്ട. അപ്പോൾ വിൻസെൻ്റ് ഇരിക്കുന്നുണ്ട്, ആർത്തർ ഞാൻ വിചാരിച്ച പോലെയല്ല. അവന് പ്രശസ്തനായ ഗിഡിയോണെതിരെ വരെ ഒറ്റയ്ക്ക് നിന്ന് സ്വന്തമായി നിലപാടുകൾ എടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഗിഡിയോൻ പറയുന്നുണ്ട്, എടാ, എൻ്റെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ നീ എടുക്കടാ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ആർത്തർ നേരെ എറിയുന്നുണ്ട്. അപ്പം നമ്മുടെ വിൻസെൻ്റ് മനസ്സിരിക്കുന്നുണ്ട്, ഞാൻ എന്താണ് എൻ്റെ മുമ്പിൽ കാണുന്നത്? പ്രശസ്തനായ ഗിഡിയോണ് ഇങ്ങനെയൊക്കെ പെരുമാറുമോ? എന്നിട്ട് ഗിഡിയോൺ ആർത്തറിൻ്റെ മീത്ത് കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് വേറെ വഴിയൊന്നുമില്ലെന്നാ തോന്നുന്നേ. ഇവന് ഒരു സംഭവം വേണ്ട. ഹിംസ്, ആ പെൻഡൻറ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അപ്പം ഹിംസ് പറയുന്നുണ്ട്, മാസ്റ്റർ എന്താ പറയുന്നത്? അത് രാജകുടുംബത്തിന് വേണ്ടി നിർമ്മിച്ചതല്ലേ? അപ്പം ഗിഡിയോൻ പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമല്ല. ആ പെൻഡൻറ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ, എനിക്ക് വേറെ വഴിയില്ല. അപ്പം ഹിംസ് പറയുന്നുണ്ട്, ശരി മാസ്റ്റർ. എന്നിട്ട് ഹിംസ് ആ പെൻഡൻറ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ ആ പെൻഡൻറ്റ് കണ്ട് ഞെട്ടുന്നുണ്ട്. ഈ പെൻഡൻറ്റ് ഒരു ഫിനിക്സ് വെർമിൽ നിന്ന് നിർമ്മിച്ചതാണ് അല്ലേ? അപ്പം ഗിഡിയോൻ പറയുന്നുണ്ട്, അത് ശരിയാണ്. വെയിറ്റ്, നിനക്കിതെങ്ങനെ അറിയാം? അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, ഫിനിക്സ് വെർമോ എന്ന് വെച്ചാൽ എന്താണ്? സോ അപ്പോൾ ഗിഡിയോൻ പറയുന്നുണ്ട്, ഫിനിക്സ് വെർമുകൾ ഒരു എസ് ക്ലാസ് മാനാബീസ്റ്റാണ്. ഇവ ഡ്രാഗണുകളെ പോലെ അപൂർവമായൊരു മാനാബീസ്റ്റാണ്. ഈ മാനാബീസ്റ്റ് ഇവയുടെ ജീവൻ രക്ഷിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഫീനിക്സ് വെർമുകളുടെ കഴിവുകൾ ഈ പെൻഡൻറ്റിനുള്ളിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നു. സോ അപ്പോൾ ഗിഡിയോൻ പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്. ഒരു ഫിനിക്സ് വെർമിന് അപകടമുണ്ടാകുമ്പോൾ സ്വയം സംരക്ഷിക്കാൻ കഴിയുന്നത് പോലെ ഈ വസ്തു ധരിക്കുന്ന ആൾക്ക് ചുറ്റും ഒരു പ്രതിരോധ ഷെല്ല് രൂപപ്പെടും. അതല്ല ഏറ്റവും മികച്ച ഭാഗം. ഉപഭോക്താവിനെ സംരക്ഷിക്കുന്ന പ്രതിരോധ ഷെല്ലുകൾ എങ്ങനെയെങ്കിലും തകരാറിലായാൽ ഈ പെൻഡൻറ്റിൻ്റെ ഉള്ളിൽ മാൻ അടങ്ങിയിട്ടുണ്ട്. സോ ആ മാൻ ഉപയോഗിച്ചുകൊണ്ട് ഉപഭോക്താവിന് അറിയാവുന്ന സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ കഴിയും, ഒരു ഫിനിക്സ് വെർമിനെ പോലെ. സോ ഈ പെൻഡൻറ്റുകളുടെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെൻഡൻറ്റ് ധരിക്കുകയാണെങ്കിൽ ആ ധരിച്ച ആൾക്ക് ചുറ്റും ഒരു പ്രതിരോധ ഷെല്ല് രൂപപ്പെടും. അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് ഈ പെൻഡൻറ്റ് ധരിച്ച ആളെ എളുപ്പത്തിൽ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. സോ ഇനി എങ്ങനെയെങ്കിലും ആ പ്രതിരോധ ഷെല്ല് തകർന്നു പോയാൽ ഈ പെൻഡൻറ്റുകൾക്കുള്ളിൽ മാൻ അടങ്ങിയിട്ടുണ്ട്. സോ ആ മാൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപഭോക്താവിന് അറിയാവുന്ന സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ പറ്റും, ഒരു ഫിനിക്സ് വെർമിനെ പോലെ. സോ അപ്പോൾ നമ്മുടെ ആർത്തർ വയ്ക്കുന്നുണ്ട്, ഈ പെൻഡൻറ്റുകൾ എത്ര വട്ടം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും? അപ്പോൾ ഗിഡിയോൻ പറയുന്നുണ്ട്, അതെനിക്കറിയില്ല കുട്ടി, പക്ഷേ ഞാനിത് 2 വട്ടം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ഉപയോഗത്തിനും മറ്റേത് എസ് ക്ലാസ് മാനാബീസിൻ്റെ കോറിനേക്കാൾ വിലയേറിയതാണ്. സോ അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡ് ചിന്തിക്കുന്നുണ്ട്, ഇതെൻ്റെ അമ്മയ്ക്കും അതുപോലെ അനിയത്തിക്കും വേണ്ടി കൊടുക്കാം. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, വെയിറ്റ്, നിങ്ങളിത് രാജകുടുംബത്തിന് വേണ്ടി നിർമ്മിച്ചതല്ലേ? അപ്പം ഗിഡിയോൻ പറയുന്നുണ്ട്, അതെ, ഇത് ഞാൻ രാജകുടുംബത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്. പക്ഷേ അതിപ്പോൾ എനിക്ക് പ്രധാനമല്ല. എനിക്കിപ്പോൾ നീ കൊണ്ടുവന്ന ഐഡിയയാണ് പ്രധാനം. അത് കടലിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. അതെങ്ങനെ ഉണ്ടായിരിക്കും, അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയണം. അതുകൊണ്ട് നീ അതെനിക്ക് വരച്ചു തരണം.
അല്ല, നിനക്ക് ഈ പെൻഡൻറ്റുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് ആഗ്രഹം? സോ അപ്പം നമ്മുടെ ആർത്തർ ഗിഡിയോണിനോട് ഒരു കള്ളം പറയുന്നുണ്ട്, ഇതെൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് എന്തിനാണ് ഈ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഉപകരണം? അത് പറഞ്ഞാൽ മാത്രമേ ഞാനിത് മുഴുവനായി വരച്ചു തരൂ. സോ അപ്പം ഗിഡിയോൻ പറയുന്നുണ്ട്, ഇന്ന് 3 രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രഖ്യാപനം നടക്കുന്നുണ്ട്. സോ ആ പ്രഖ്യാപനത്തിൽ നീ ഈ കാര്യം മനസ്സിലാക്കും. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, വേണ്ട, ആ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് കാര്യം മനസ്സിലാക്കണ്ട, നിങ്ങൾ തന്നെ ആ കാര്യം പറഞ്ഞാൽ മതി. സോ അപ്പം ഗിഡിയോൻ പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാൻ പറയാം, പക്ഷേ ഞാൻ ഈ കാര്യം പറഞ്ഞാൽ നീ ആ പെൻഡൻറ്റുകൾ എനിക്ക് തിരിച്ചു തരുമോ? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഞാനത്രയ്ക്ക് ദയയുള്ള ആളല്ല മിസ്റ്റർ ഗിഡിയോൺ. അപ്പം ഗിഡിയോൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ 2 പകരം ഞാൻ ഒരു പെൻഡൻറ്റ് നിനക്ക് തന്നാൽ മതിയോ? അപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ കയ്യിലുള്ള ആ മാപ്പ് കത്തിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം ഗിഡിയോൻ പറയുന്നുണ്ട്, നീ കുട്ടിയല്ലടാ, നീ ഒരു ഡീമനാണ്, ഡീമൻ. അപ്പോൾ നമ്മുടെ വിൻസെൻ്റ് പറയുന്നുണ്ട്, ഗിഡിയോൺ നിങ്ങൾക്ക് എന്തായാലും ആർത്തറിനെ വിശ്വസിക്കാം. അവൻ്റെ മൈൻഡിൽ ഇപ്പോഴെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവനൊരു വാക്ക് പറഞ്ഞാൽ അതവൻ പാലിച്ചിരിക്കും. സോ അപ്പോൾ ഗിഡിയോൻ പറയുന്നുണ്ട്, ശരി ശരി ഞാൻ ആ കാര്യം പറയാം. കാരണം എനിക്കിപ്പോൾ സമുദ്രത്തിലൂടെ പോകുന്ന ഒരു ഉപകരണം ആവശ്യമാണ്. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു എവിഡൻസ് ലഭിച്ചു. ആ എവിഡൻസ് ചൂണ്ടിക്കാണിക്കുന്നത് ഡിക്കാന് പുറത്ത് തന്നെ പുതിയ വേറൊരു ഭൂഖണ്ഡമുണ്ട്. സോ ഇപ്പം ഗിഡിയോൻ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിക്കാൻ ഭൂഖണ്ഡത്തിനടുത്ത് തന്നെ വേറൊരു ഭൂഖണ്ഡമുണ്ട്. അതായത് ഈ ലോകത്ത് 3 കിങ്ഡംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഡാർവ് കിങ്ഡം, പിന്നെ എൽവ് കിങ്ഡം, പിന്നെ ഹ്യൂമൻസിൻ്റെ കിങ്ഡം. ഈ 3 കിങ്ഡംസ് അല്ലാതെ വേറൊരു കിങ്ഡം കൂടിയും ഇവർ കണ്ടെത്തിയിരിക്കുന്നു. സോ ഈ ലോകത്ത് കപ്പലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ സമുദ്രം വഴി സഞ്ചരിക്കാറില്ല. സോ അതുകൊണ്ടാണ് നമ്മുടെ ആർത്തർ അവൻ്റെ ലോകത്തിൽ നിന്നുള്ള അറിവുകളൊക്കെ വെച്ചിട്ട് ഒരു കപ്പലിൻ്റെ മാപ്പ് ഗിഡിയോണിന് വരച്ചു കൊടുത്തത്. സോ ഇതുപയോഗിച്ചുകൊണ്ട് ഗിഡിയോണ് ഒരു കപ്പൽ തയ്യാറാക്കും. സോ ആ കപ്പൽ ഉപയോഗിച്ചുകൊണ്ട് രാജകുടുംബത്തിന് ആ ഭൂഖണ്ഡത്തിലേക്ക് പോകാനാണ് പ്ലാന്. സോ ശരിക്കും കഥ ഇനിയും വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ 4ാമതൊരു ഭൂഖണ്ഡം അത് കണ്ടെത്തിയിരിക്കുന്നു. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 78ാമത്തെ ചാപ്റ്റർ കഴിയാണ്. സോ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.